സിദ്ധാന്തിന പദാർത്ഥപദാർത്ഥേന അന്വേദിത്യാദയഃ സ്വഭാവതഃ സമാസസ്യ ശക്തിവാദി മതേ സിദ്ധ്യതി തത്ര അവയവാനാം അർത്ഥവത്വ അഭാവാത്. നൈയായികാനാം മതേ തു തത്ര പ്രത്യേകം വചനം കർത്തവ്യം ഇതി ദോഷ പ്രതിപാദിതഃ. പുനഃ പ്രത്യയാനാം സന്നിഹിത പദാർത്ഥഗത സ്വാർത്ഥബോധകത്വം ഇതി യത് നൈയായികേനോക്തം തദപി ന യുക്തം പ്രത്യയാനാം പ്രകൃത്യർത്ഥ അന്വിത സ്വാർത്ഥബോധകത്വമേവ. ഏവം രീതിയാ ലക്ഷണസ്വീകാരഃ അയുക്തഃ ഇതി പ്രതിപാദ്യ. പുനരപി തദേവ ഉച്യത്തെ കിംച രാജപുരുഷാദൗ രാജപദാദേഹ സംബന്ധിനി സംബന്ധേവ ലക്ഷണ ന ആദ്യഃ രാജ്ഞപുരുഷഃ ഇതി വിവരണ വിരോധാത് വൃത്തി സമാനാർത്ഥ വാക്യസ്യൈവ വിഗ്രഹത്വാത്. സമാസേ ലക്ഷണ സ്വീക്രിയത്തെ ഇത്യുക്തം. രാജ്ഞഃ പുരുഷഃ രാജപുരുഷഃ ഇത്യത്ര രാജൻ ശബ്ദസ്യ രാജൻ ശബ്ദസ്യൈവ ലക്ഷണയാ രാജസംബന്ധി അഭിന്ന പുരുഷഃ ഇത്യർത്ഥഃ സിദ്ധ്യതീതി ഉക്തം. തത്ര സംബന്ധിനി വാ ലക്ഷണ സംബന്ധേവ ലക്ഷണ ഇതി ചോദ്യത്തെ ഉഭയമപി ന യുജ്യത്തെ ഇതി മനസി കൃത്വ ഏവം വിധ പ്രശ്നഃ. സംബന്ധിനി വാ ലക്ഷണ സ്വീക്രിയത്തെ സംബന്ധേവ ലക്ഷണ സ്വീക്രിയത്തെ സംബന്ധിനി സംബന്ധവതി ലക്ഷണ സ്വീക്രിയത്തെ ഇതി ചേത് കിംച രാജപുരുഷാദൗ രാജപദാദേഹ സംബന്ധിനി സംബന്ധേവ ലക്ഷണ ന ആദ്യഃ സംബന്ധിനി ലക്ഷണ ഇതി വക്തും ന ശക്യത്തെ. സംബന്ധിനി ലക്ഷണ സ്വീകാരെ രാജസംബന്ധി അഭിന്ന പുരുഷഃ ഇതി വാക്യാർത്ഥബോധഃ. രാജസംബന്ധി അഭിന്നഃ പുരുഷഃ രാജസംബന്ധി ഇതി രാജസംബന്ധി അഭിന്നഃ പുരുഷഃ ഇതി. തഥാ ച തത്ര സംബന്ധി പ്രകാരകഃ വാക്യാർത്ഥബോധഃ. രാജസംബന്ധി ഇതി സംബന്ധി പ്രകാരകഃ വാക്യാർത്ഥബോധഃ. രാജ്ഞപുരുഷഃ ഇതി വിവരണ വിരോധാത്. രാജ്ഞഃ പുരുഷഃ ഇത്യത്ര തു രാജസംബന്ധ പ്രകാരകബോധഃ. एवं अयं व्यत्यासः. समासे राजसंबंधि प्रकारकः बोधः व्यस्ते राज्ञः पुरुषः इति विग्रहवाक्ये तु राजसंबंध प्रकारकः बोधः. तथा च विग्रहवाक्ये समासे च अर्थस्य भेदः भवति बोधस्य भेदः भवति. वृत्तेः समानार्थकत्वं विग्रहवाक्यं वृत्तेः समानार्थकेन विग्रहवाक्येन भवितव्यम् इति नियमः. वृत्तेः विग्रहवाक्यस्य च समानमेव अर्थवत्वं यथा स्यात् तदानीमेव अत्र युज्यते. अत्र तु को विशेषः? विग्रहवाक्ये राज्ञः पुरुषः इत्युक्तौ सम्बन्धमात्रं तत्र वर्तते. राजसम्बन्धप्रकारकबोधः. समासे तु लक्षणस्वीकारात् राजसम्बन्धिनि सम्बन्धि प्रकारकबोधः. एवञ्च अत्र विग्रहवाक्यस्य वृत्तेः च अर्थभेदः वर्तते. तादृशस्थले विग्रहवाक्यस्य साधुता नास्ति. यत्र वृत्तेः अर्थः तथैव विग्रहवाक्येपि वर्तते तत्रैव विग्रहवाक्यस्य साधुता. अतः अत्र राज्ञः पुरुषः इति विग्रहवाक्यं वक्तुं न शक्यते. तत्र दोषः स्यात्. वृत्तेः अर्थात् भिन्नः अत्र अर्थ इत्यतः. एवं तर्हि संबन्धे लक्षण अस्तु इति चेत्
പുരുഷ ഇതി വിവരണവിരോധാത് വൃത്തിസമാനാർത്ഥവാക്യസ്യൈവ വിഗ്രഹത്വാത്. വൃത്തിസമാനവാക്യസ്യൈവ വിഗ്രഹത്വാത് യത്ര വൃത്തേഃ അർത്ഥഃ തദ്രൂപേണൈവ വിഗ്രഹവാക്യേ ശ്രൂയത്തെ തസ്യൈവ വിഗ്രഹവാക്യത്വം ഇതി. ഏവം തർഹി ദ്വിതീയഃ അസ്തു ഇതി ചേത് ന അന്ത്യഃ അത്ര പരമവിച്യത്തെ അന്യഥ തസ്മാത് ശക്തിനിർണയോ ന സ്യാത്. അന്യഥ യദി വിഗ്രഹവാക്യസ്യ വൃത്തേഃ ച അർത്ഥഭേദഃ സ്യാത് തർഹി സമാനാർത്ഥകത്വം നാസ്തി തർഹി തത്ര ശക്തിനിർണയഃ ന സ്യാത്. അർത്ഥഃ ഭിന്നഃ തഥാ ച കഥം ശക്തിനിർണയഃ ഇതി തത്ര ശക്തിനിർണയോ ന സ്യാത്. ന അന്ത്യഃ ഏവം തർഹി അന്ത്യഃ സംബന്ധേ ലക്ഷണ ഇത്യസ്തു ഇതി ചേത് രാജസംബന്ധരൂപപുരുഷഃ ഇതി അന്വയപ്രസംഗാത്. രാജസംബന്ധസ്വരൂപഃ പുരുഷഃ. പുരുഷസ്യ കഥാപി കിം ന ഭവതി രാജസംബന്ധരൂപത്വം രാജസംബന്ധസ്വരൂപത്വം ന ഭവതി. അതഃ ദ്വിതീയമപി സംബന്ധേ ലക്ഷണ ഇത്യേതദപി ന ഉപപന്നം. एवं च अयं संशयः स्यात् लक्षणा स्वीक्रियते इत्युक्तौ सम्बन्धिनी वा लक्षणा स्वीक्रियते सम्बन्धे वा लक्षणा स्वीक्रियते इति. तत्र सम्बन्धिनी लक्षणा स्वीकारे विग्रहवाक्य वृत्तिस्थवाक्यस्य विग्रहवाक्यस्य च भेदः स्यात् अर्थभेदः स्यात्. संबंधे लक्षणास्तु इति चेत् राजसंबंधरूपपुरुषः अभेदान्वयात् राजसंबंधरूपः पुरुषः इत्यर्थबोधः स्यात्. पुरुषः कदापि राजसंबंधस्वरूपः न भवति इत्यतः द्वितीयमपि न युक्तं संबंधे लक्षणा इत्येतदपि न युक्तम्. एवं च संबंधिनी संबंधे च लक्षणा न युज्यते इत्यतः समासादिवृत्तौ लक्षणा स्वीक्रियते शक्तिः मास्तु इति यदुक्तं तस्य उपपन्नता नास्ति इति भावः. एवं स्थिते यदि वृत्तेः यो अर्थः तादृश एव अर्थः विग्रहवाक्येनापि बोध्यः इत्युक्तौ तत्र तत्र दोषः स्यात् इति प्रतिपाद्यते. ननु तर्हि वैयाकरण इत्यस्य व्याकरणमधीते इति पाचक इत्यस्य पचति इति कथं विग्रहः वृत्तिसमानार्थत्वाभावात् अत आह. एवं तर्हि वृत्तिसमानार्थत्वं विग्रहस्य वाच्यं वृत्तिसमानार्थत्वं विग्रहस्य आवश्यकम् इति स्वीकारे दोषः उच्यते. वैयाकरण इत्यस्य व्याकरणमधीते इति. व्याकरणम् अधीते वेत्ति वा वैयाकरणः इत्युच्यते. व्याकरणम् अधीते वेत्ति वा वैयाकरणः इति. तत्र व्याकरणम् अधीते वेत्ति वा इत्यत्र तिङन्तेन विवरणं क्रियते. तत्र तिङन्तेन विवरणे तत्र व्यापारस्य प्राधान्यं स्यात्. तथा च व्याकरणम् अधीते वेत्ति वा इति विग्रहवाक्ये व्यापारस्यैव प्राधान्यं क्रियाप्रधानमाख्यातम् इत्युच्यते. अतः व्यापारस्यैव प्राधान्यं. वैयाकरणः इत्युक्तौ तु आश्रयस्य प्राधान्यं कर्तुः प्राधान्यं. वैयाकरणः इत्युक्तौ वैयाकरणस्य व्यक्तेः बोधः जायते. अतः तत्र व्याकरण अध्ययन कर्तुः बोधः जायते इति तत्र वृत्त्यर्थस्य विग्रहवाक्यार्थात् भेदः वर्तते. तद्वत् पचति इति पाचकः इत्युच्यते. पचति इत्यत्रापि तिङन्तप्रयोगात् पचति इत्यत्र तिङन्तप्रयोगात् व्यापारविशेषक बोधः व्यापारस्य प्राधान्यं वर्तते. पाचकः इत्युक्तौ तु कर्तरिकृत् इत्यधिकारात्
पाककर्तुः बोधः। एवं तत्रापि विग्रहवाक्यस्य वृत्तेः च अर्थभेदः भवति। एवञ्च किम् उक्तं तत्र वैयाकरणः इत्यत्र व्याकरणम् अधीते वेत्ति वा इति विग्रहः। तत्र तिङन्तेन विवरणं क्रियते। अधीते वेत्ति वा इति तिङन्तेन विवरणं क्रियते। तद्वत् पचति इति पाचकः इत्यत्रापि तिङन्तेन विवरणं क्रियते। तिङन्तत्वे तावत् व्यापारस्य प्राधान्यं। तिङन्तेन व्यापारविशेषकः बोधः जायते, अतः तत्र व्यापारस्य प्राधान्यं। वैयाकरणः पाचकः इत्याद्युक्तौ तु कर्तुः बोधः। पाचकः वैयाकरणः इत्यादौ कर्तुः बोधः आश्रयस्य बोधः। एवञ्च विवरणवाक्ये आख्यातस्य व्यापारप्राधान्यं समासे आख्यातप्राधान्यं वृत्तौ तु तथितवृत्तौ कृदन्तवृत्तौ च आश्रयस्य प्राधान्यं कर्तुः प्राधान्यम् इति व्यत्यासः वर्तते। वृत्तेः अर्थस्य विग्रहवाक्यस्य अर्थस्य च भेदः वर्तते। तत्कथम् इति प्रश्नः। पूर्वमुक्तं समानार्थेन भवितव्यम् इति उक्तं, परन्तु अत्र उक्तोदाहरणेषु किं नास्ति, समानार्थकत्वं नास्ति। वृत्तेः अर्थात् विवरणस्य अर्थं विग्रहवाक्यस्य अर्थः भिन्न एव भवति। तत्कथम् इति चेत् तस्य समाधानम् अनया कारिकया उच्यते। तद् केवलं सामान्य अर्थ एव न तु विग्रहवाक्यम् इत्यङ्गीकर्तव्यम् इति भावः। आख्यातं तत्थितकृतोर् यत्किञ्चित् उपदर्शकं गुणप्रधानभावादौ तत्र दृष्टो विपर्ययः। तत्थितकृतोः यत्किञ्चिदर्थबोधकं विवरणम् आख्यातं। तत्थितकृतोः तत्थितविषये कृद्विषये तत्थितान्तविषये कृदन्तविषये अथवा तत्थितवृत्तिविषये कृदन्तवृत्तिविषये यत्किञ्चिदर्थबोधकं विवरणम् आख्यातम्। आख्यातं विवरणम् आख्यातं विवरणभूतम् आख्यातं यत्किञ्चित् अर्थबोधकम् एव। तत्थितकृतोः यत्किञ्चिदर्थबोधकं विवरणम् आख्यातं तिङन्तम् इत्यर्थः। तत्र तिङन्तम् अधीते इति पचति इति तिङन्तं यत्किञ्चित् अर्थबोधकं तिङन्तं विवरणं भवति। तत्र तादृशविवरणं यत्किञ्चित् अर्थबोधकं तिङन्तमिति यावत्। तत्र विवरणविव्रियमाणयोः विशेषविशेषणभावविपर्ययो दृष्टः इति। विवरणविव्रियमाणयोः येन विवरणं क्रियते तद् विवरणं। येन विवरणं क्रियते येन विव्रियते तद् विवरणं। तथा च व्याकरणमधीते इति विवरणं, पचति इति विवरणं। विव्रियमाणं वाक्यं शक्ति विव्रियमाणं। वैयाकरणः पाचकः इति विव्रियमाणं। यद् विव्रियते तद् विव्रियमाणं। येन विव्रियते तद् विवरणवाक्यं। तत्र विवरणवाक्य विव्रियमाणयोः विवरणविव्रियमाणयोः अर्थात् विग्रहवाक्य शक्त्योः विग्रहवाक्यमिति न वक्तुं शक्यते इत्युच्यते। विवरण विव्रियमाणयोः विशेष्य विशेषणभाव विपर्ययः दृष्टः। विशेषणविशेषभावे वैपरीत्यं दृष्टम् अथवा व्यत्यासः दृष्टः। एकत्र व्यापारस्य प्राधान्यम् आश्रयः विशेषणम्, अपरत्र तु आश्रयस्य कर्तुः प्राधान्यं व्यापारः विशेषणं। तथा च तिङन्तप्रयोगे आख्यातविशेष्यक तिङन्तप्रयोगे व्यापारविशेष्यक शाब्दबोधः, विग्रहे तु
तिङन्तेन प्रयोगे तु तिङन्तेन प्रयोगे आख्यातेन प्रयोगे व्यापारमुख्यविशेषकः शाब्दबोधः वैयाकरणः पाचकः इत्यादि विव्रियमाणे तु आश्रयमुख्यविशेषकः शाब्दबोधः इति व्यत्यासः भवति, वैपरीत्यं भवति। अतः हेतोः अत्र आख्यातेन यद् विवरणं क्रियते तद् किञ्चिदर्थबोधकम् एव, न तु वस्तुतः विग्रहवाक्यम् इति सिद्ध्यति। अतः पूर्वोक्तदोषः नास्ति इति। समासादौ राज्ञः पुरुषः इत्यादौ तु साक्षात् विग्रह एव तत्र, न तु केवलवाक्यार्थबोधः। तत्र यत्किञ्चित् वाक्यार्थबोधकत्वं नास्ति। राज्ञः पुरुषः इत्यादौ साक्षात् विग्रहवाक्ये एव। अतः तत्र विवरणविव्रियमाणयोः किम् आवश्यकं? समानार्थत्वम् आवश्यकं। कृत्तथितयोः विषये तु एवं समानार्थकत्वं न आवश्यकम्। अतः पूर्वोक्तदोषः नास्ति इति। कृदन्तदथितान्तयोः आश्रयप्राधान्यम् आख्याते व्यापारस्य इति बोध्यम्। आख्याते तिङन्ते अधीते पचति इत्यादौ तु व्यापारस्य प्राधान्यं। कुतः? पूर्वमेव उक्तं व्यापारप्राधान्यं कुत्र भवति? आख्याते इति। क्रियाप्रधानम् आख्यातं, भावप्रधानम् आख्यातम् इति पूर्वमेव यास्कोक्तिः वर्तते। अथ एवं प्रकारेण समुदायस्य शक्तिरेव स्वीकर्तव्या। लक्षणस्वीकारे एतादृशाः दोषाः भवन्ति इत्युक्तं पुनरपि वक्ष्यते। अतः शक्तिस्वीकारः स्थापितः। तदानीमपि एवं शक्तिस्वीकारे स्थापितेपि कश्चन संशयः जायते। ननु रथन्तरशब्दात् रथिकस्यापि प्रत्ययः किं न स्यात् इति चेत् नैवम्। अत्र अयं संशयः। रथन्तरशब्दस्य सामवेदमन्त्र एव अर्थः। सामवेदमन्त्रे रूढः भवति रथन्तरशब्दः इति। तत्र रथिकः इत्यर्थबोधः कुतो न भवति इति। रथन्तरमित्येतद् सामवेदमन्त्रस्य संज्ञा अस्तु, तथापि तत्र किं स्यात्? रथिकस्य बोधोऽपि स्यात्। तद् कुतो न अङ्गीक्रियते इति संशयः। रथेन तरति इति विग्रहे संज्ञायां भृतृवृद्धिधारिसखी तभिदमः इति सूत्रेण, अत्र तृधातु इति सूत्रेण खच् प्रत्ययः। खच् प्रत्ययानन्तरम् अरुर्दिशदजन्तस्य मुम इति मुमागमः रथन्तरः इति रूपं सिद्ध्यति। रथन्तरः इत्यस्य तत्र रथिकः इत्यर्थः। रथेन तरति इति विग्रहे खच् प्रत्यये मुमागमे रथन्तर इति रूपे सिद्धे तस्य शब्दस्य रथिक इत्येव अर्थः। तादृश अर्थोऽपि अस्तु। प्रकृतिः तत्र वर्तते, प्रत्ययोऽपि वर्तते। प्रकृतिप्रत्ययोः योगे कश्चन अर्थः तत्र जायते। तादृशस्य अर्थस्य परित्यागः कुतः क्रियते? रथन्तरमिति मन्त्रस्यैव संज्ञा, सामवेदमन्त्रस्यैव संज्ञा, तत्र रूढिरेव इति कुतः स्वीक्रियते इति संशयः। ननु रथन्तरशब्दात् रथिकस्यापि प्रत्ययः बोधः किं न स्यात् इति चेत् नैवम्। रूढिर्योगार्थमपहरति इति न्यायात्। रूढिः योगार्थम् अपहरति। यत्र रूढिः स्वीक्रियते तत्र यौगिकार्थः नास्ति, तस्य अपहरणं क्रियते, तम् अपहरति। रूढिविषये किं नास्त्येव? यौगिकार्थः नास्त्येव।
अतः रथन्तरः इत्युक्तौ रथेन तरति इति विग्रहः नास्ति, रथिकः इति अर्थोऽपि न स्वीकरणीयः। तस्य तादृश अर्थस्य अपहारः कृतः केन? रूढ्यर्थेन। रूढिः योगम् अपहरति, यौगिकार्थम् अपहरति। अतः रथन्तरशब्दस्य सामवेदमन्त्र एव अर्थः। तत्रैव रूढः, तत्र विग्रहवाक्यं नास्ति इति भावः। अतः विग्रहवाक्यं न स्वीक्रियते, प्रकृतिप्रत्ययोरर्थोऽपि न स्वीक्रियते, रथिकः इत्यर्थोऽपि नास्ति। पुनरपि संशयः। ननु विशिष्टशक्तिस्वीकारे पङ्कजपदात् अवयवार्थप्रतीतिर्मा भूत्, समुदायशक्त्यैव कमलपदवत् पुष्पविशेषप्रत्ययः स्यात् इति चेत् न। एवं रथन्तरादीनां रूढित्वम् उक्तं। तदानीमयं संशयः। पङ्कजशब्दात् पद्मस्य बोधः, कमलशब्दादपि पद्मस्य बोधः। कमलशब्दे कोऽपि किमपि विग्रहवाक्यं नास्ति। कमलशब्दे किमपि विग्रहवाक्यं नास्ति। विग्रहवाक्यं विनापि, यौगिकार्थं विनापि समुदायशक्त्या कमलमित्यस्य पद्ममिति बोधः वर्तते। तद्वत् समुदायशक्त्या पङ्कजशब्दादपि किमस्तु? पङ्कजशब्दादपि कमलमित्यर्थः अस्तु। तत्रापि रूढिरेव अस्तु। पद्मवाचकं कमलपदं वर्तते, पद्मवाचकं पङ्कजपदमपि वर्तते। तत्र कमलपदे यौगिकार्थः नास्ति। तत्र कमलपदं रूढ्य पद्मं बोधयति। तद्वत् पङ्कजपदेपि पङ्कजातम् इति लौकिकार्थः मास्तु। पङ्कजनिकर्तृ इत्यादि अर्थः अत्र मास्तु। समुदायशक्त्या रूढ्या तत्र पद्ममित्यर्थः अस्तु। तद् कुतो न स्वीक्रियते? तस्य योगरूढित्वमेव वैयाकरणैः स्वीक्रियते। पङ्कजशब्दस्य योगरूढित्वमेव स्वीक्रियते। पङ्कजातमिति विग्रहवाक्यं तत्र वर्तते, पङ्कजमिति समुदायमपि वर्तते। तत्र रूढित्वं न स्वीक्रियते, यौगिकार्थत्वमेव स्वीक्रियते। तद् कुतः? रथन्तरः कमलम् इत्यादिवत् अत्रापि किमस्तु? रूढिरेव अस्तु इति चेत् ननु विशिष्टशक्तिस्वीकारे पङ्कजपदात् अवयवार्थप्रतीतिः मास्तु। पङ्कजातम् इति अवयवार्थप्रतीतिः, विग्रहवाक्यप्रतीतिः तन्मास्तु। समुदायशक्त्यैव कमलपदवत् पुष्पविशेषप्रत्ययः, पुष्पविशेषस्य बोधः पद्मस्य बोधः अस्तु इति चेत् तदपि न। कुतः? जहत्स्वार्थादु तत्रैव यत्र रूढिर्विरोधिनी। जहत्स्वार्थादु तत्रैव यत्र रूढिर्विरोधिनी। रूढ्यर्थः यौगिकार्थस्य विरोधी यत्र भवति तत्रैव अजहत्स्वार्थलक्षणा स्वीक्रियते। रूढिः यत्र योगविरोधिनी भवति, रूढ्यर्थः यत्र यौगिकार्थस्य विरोधी भवति तत्रैव जहत्स्वार्थलक्षणा स्वीक्रियते। तत्रैव अवयवार्थस्य तिरस्कारः क्रियते, अवयवार्थस्य विवक्षा नास्ति इति स्वीक्रियते। यत्र तु तयोर्मिथः विरोधः नास्ति, रूढ्यर्थस्य यौगिकार्थस्य च मिथः विरोधः नास्ति, तत्र तु जहत्स्वार्थः न स्वीक्रियते। तत्र स्वार्थसंवलित अर्थबोधकत्वमेव वर्तते इति। जहत्स्वार्थादौ तत्रैव यत्र रूढिः विरोधिनी, यौगिकार्थविरोधिनी भवति इति। तत्र रथन्तर इत्यादौ सामवेदमन्त्ररूपेण
മന്ത്രബോധകത്വേന ചിരകാലാത് പ്രസിദ്ധഃ. അതः തത്ര കിം നാസ്തി യൗകികാർത്ഥത്വം നാസ്തി. യൗകികാർത്ഥസ്വീകാര്യ തത്ര പ്രയോജനം നാസ്തി, വിരോധः സ്യാത്. സാമവേദമന്ത്രः ഇത്യർത്ഥേ പ്രയുജ്യമാനः രഥന്തരശബ്ദः തത്ര രഥേന ചരതി ഇതി വിഗ്രഹം സ്വീകൃത്യ അവയവാർത്ഥമപി സ്വീകൃത്യ രഥികः ഇതി അർത്ഥः ഉച്യത്തെ. തർഹി തയോः പരസ്പരം വിരോധः. യൗകികാർത്ഥസ്യ രൂഢ്യർത്ഥസ്യ ച പരസ്പരം വിരോധः സ്യാത്. പങ്കജമിത്യാദോ തു താദൃശവിരോധः നാസ്തി. പങ്കജശബ്ദേ പങ്കജം പങ്കാത് ജായതേ ഇത്യതഃ തത്ര വിഗ്രഹവാക്യസ്യ അർത്ഥഃ യുജ്യതേ എവ. പങ്കാദേവ ജായതേ പങ്കജം. അതः പങ്കാജായതേ ഇതി വിഗ്രഹവാക്യസ്വീകാരേപി തത്ര ദോഷः നാസ്തി. പങ്കാദ ജായതേ ഇതി പങ്കജം ഇത്യുക്തൗ പങ്കജം പത്മസ്യൈവ നാമ ഇത്യർത്ഥേ രൂഢിഃ. പങ്കേ ജാതത്വം വർത്തതെ. പങ്കേ ജാതത്വം വർത്തതെ സപ്തമ്യാം ജനർഡഃ. പങ്കേ ജാതത്വം വർത്തതെ ഇത്യതഃ യൗകികാർത്ഥമപി തത്ര അസ്തി. തത്ര തയോः വിരോധः നാസ്തി. പങ്കജശബ്ദസ്യ കേവലരൂഢിത്വേതു ശൈവലാദോ അതിവ്യാപ്തിഃ ഇതി വക്ഷ്യത്തെ. അതः കേവല യൗകികത്വം തത്ര ന സ്വീക്രിയത്തെ. പങ്കജശബ്ദസ്യ പത്മമിത്യേവ അർത്ഥഃ. തഥാ ച താദൃശാർത്ഥേ സമുദായശക്ത്യാ രൂഢ്യാ ബോധഃ. തത് പങ്കേ ഏവ ജായതേ. പങ്കജം പങ്കേ ഏവ ജായതേ ഇത്യതഃ യൗകികാർത്ഥോപി യുജ്യത്തെ. അതः യൗകികാർത്ഥസ്യ രൂഢ്യർത്ഥസ്യ ച തത്ര പരസ്പരം വിരോധः നാസ്തി ഇത്യതः യോഗരൂഢിരേവ സ്വീക്രിയത്തെ. യൗകികസ്യ അർത്ഥസ്യ പരിത്യാഗോ ന ഭവതി, ജഹൽസ്വാർത്ഥ ന ഭവതി, അജഹൽസ്വാർത്ഥ ഇവ ഭവതി. സ്വാർത്ഥ സംവലിത സമുദായാർത്ഥത്വമേവ തത്ര വർത്തതേ ഇതി. ജഹൽസ്വാർത്ഥാതു തത്രൈവ യത്ര രൂഢിർ വിരോധിനി ഇതി അഭിയുക്തോക്തേഃ അവയവാർത്ഥ സംവലിത സമുദായാർത്ഥേ പത്മേ ശക്തി സ്വീകാരാത്. അവയവാർത്ഥ സംവലിതേ പങ്കേ ജായതേ ഇതി അവയവാർത്ഥ സംവലിതേ സമുദായാർത്ഥേ പത്മേ ശക്തി സ്വീക്രിയത്തെ. അതയേവ ചതുർവിധഃ ശബ്ദഃ യഥാ രൂഢഃ യോഗരൂഢഃ യൗകികഃ യൗകികരൂഢശ്ചേതി. അവയവാർത്ഥം അനപേക്ഷ്യ സമുദായശക്തിമാത്രേണ അർത്ഥബോധകത്വം രൂഢത്വം രഥന്തരമിത്യാദൗ. അവയവാർത്ഥ സംവലിത സമുദായശക്തിയാ അർത്ഥബോധകത്വം യോഗരൂഢത്വം പങ്കജമിത്യാദൗ. അവയവശക്തിയൈവ അർത്ഥബോധകത്വം യൗകികത്വം പാചിക പാഠിക ഇത്യാദൗ. അവയവശക്തിയാ സമുദായശക്തിയാ ച അർത്ഥബോധകത്വം യൗകികരൂഢത്വം മണ്ഡപകർത്തൃപരോപി ഗൃഹവിശേഷപരോപി മണ്ഡപശബ്ദഃ. ഉദാഹരണം ഇതി വിവേകഃ. സർവം പൂർവം ഉക്തമേവ തഥാപി വക്ഷ്യത്തെ. അതയേവ പങ്കജം ഇത്യാദൗ അവയവാർത്ഥസംവലിത സമുദായാർത്ഥസ്യ സ്വീകാരാത് എവ യോഗരൂഢി സ്വീകാരാദേവ ചതുർവിധഃ ശബ്ദഃ ഇത്യുച്യത്തെ. യദി തത്ര യോഗരൂഢിഃ ന സ്വീക്രിയത്തെ തർഹി കമലസ്യ കമലശബ്ദേന യഥാ പത്മസ്യ ബോധഃ ഭവതി തദ്വത് പങ്കജശബ്ദേനാപി രൂഢ്യാ ഏവ പത്മസ്യ ബോധഃ ഭവതി ഇത്യുച്യത്തെ. തർഹി ശബ്ദാനാം ത്രിവിധത്വമേവ സ്യാത്. അതഃ അത്ര അതയേവ ഇത്യസ്യ പങ്കജമിത്യാദൗ യോഗരൂഢി സ്വീകാരാദേവ ശബ്ദാനാം ചതുർവിധത്വം ഭവതി. രൂഢി യോഗരൂഢിഃ യൗകികഃ യൗകികരൂഢിഃ ഇതി ചതുർവിധത്വം ശബ്ദാനാം ഭവതി ഇതി. അതയേവ പങ്കജമിത്യാദൗ യോഗരൂഢി സ്വീകാരാദേവ ചതുർവിധഃ ശബ്ദഃ യഥാ രൂഢഃ യോഗരൂഢഃ യൗകികഃ യൗകികരൂഢശ്ചേതി.
അവയവാർത്ഥം അനപേക്ഷ്യ സമുദായശക്തിമാത്രേണ അർത്ഥബോധകത്വം രൂഢത്വം. അവയവശക്തിം അനപേക്ഷ്യ അവയവശക്തി തിരസ്കാരേണ അവയവാനാമർത്ഥഃ നാസ്തി ഇതി മത്വാ സമുദായാത് വിശേഷാർത്ഥബോധകത്വം. സമുദായാത് വിശേഷാർത്ഥബോധകത്വം ഭവതി യസ്യ കസ്യാപി വിശേഷാർത്ഥസ്യ ബോധഃ ഭവതി തത്ര രൂഢത്വം രഥന്തരം ഇത്യാദോ. തത്ര പൂർവമേവ ഉക്തം അവയവാർത്ഥഃ നാസ്തി രഥേന തരതീതി വിഗ്രഹം തത്ര നാസ്തി രഥികഃ ഇതി പ്രകൃതിപ്രത്യയസമുദായസ്യ അർത്ഥഃ നാസ്തി കേവലം സാമവേദമന്ത്ര ഇത്യേവ അർത്ഥഃ. അതः അവയവാർത്ഥപരിത്യാഗേന സമുദായാർത്ഥഃ സ്വീക്രിയത്തെ ഇതി. ഏതദേവ കാരണം അവയവാർത്ഥപരിത്യാഗേന സമുദായാർത്ഥഃ സ്വീക്രിയത്തെ. തത്ര വിഗ്രഹവാക്യം നാസ്തി തസ്യ അർത്ഥഃ ന സ്വീക്രിയത്തെ ഇത്യതഃ തസ്യ രൂഢിത്വം രഥന്തരം ഇത്യാദൗ. അവയവാർത്ഥ സംവലിത സമുദായശക്ത്യാ അർത്ഥബോധകത്വം. അവയവാർത്ഥ സംവലിത അവയവാർത്ഥേന സഹ സമുദായാത് ഏകസ്യ അർത്ഥസ്യ ബോധകത്വം യത്ര തത്ര യോഗരൂഢിത്വം. അവയവാർത്ഥഃ തത്ര വർത്തത എവ അവയവാർത്ഥസ്യ തത്ര അന്വയഃ ഭവത്യവ. അതഃ അജഹൽസ്വാർത്ഥः ഭവതി. അജഹൽസ്വാർത്ഥവൃത്യാ യത്ര സമുദായസ്യ അർത്ഥബോധः അവയവാർത്ഥേന സഹ യത്ര സമുദായസ്യ അർത്ഥബോധः തത്ര യോഗരൂഢിः തത്ര യോഗരൂഢിത്വം. യഥാ പങ്കജമിത്യാദൗ പങ്കേജാതം ഇതി അവയവാർത്ഥസ്യ പരിത്യാഗः നാസ്തി. പത്മമിത്യർത്ഥേ ഏവ അസ്യ ശബ്ദസ്യ പ്രയോഗः നതു ശൈവലാദൗ. അതः യൗകികത്വം വർത്തതെ രൂഢിത്വം ച വർത്തതെ. അതः യോഗരൂഢിത്വം. അവയവശക്തിയൈവ അർത്ഥബോധകത്വം യൗകികത്വം. അവയവശക്തിരേവ തത്ര വർത്തതെ വിശിഷ്യ സമുദായശക്തി നാസ്തി. അവയവശക്തിയൈവ ഇത്യുക്തൗ അവയവശക്തിരേവ തത്ര വർത്തതെ. വിഗ്രഹവാക്യേന യഃ അർത്ഥഃ സിദ്ധ്യതി സ ഏവ തത്ര അർത്ഥഃ വിശിഷ്യ സമുദായശക്തി നാസ്തി. താദൃശസ്ഥലേ യൗകികത്വം. പാചിക പാഠിക ഇത്യാദൗ പുല്ലിംഗോപി ഭവതി. പാചകഃ പാഠകഃ ഇത്യാദൗ. പാചകഃ പചതി ഇതി പാചകഃ. തത്ര യഃ പാകം കരോതി തസ്യൈവ പാചക ഇതി സംജ്ഞ. एवञ्च तत्र किं यौगिकार्थ एव वर्तते. यस्य कस्यापि पाचक इति व्यवहारः नास्ति, अपि तु यः पाकं करोति तस्यैव पाचकशब्देन व्यवहारः भवति. अतः तत्र पचति इति विग्रहवाक्यस्यैव अर्थः स्वीक्रियते. अतः यौगिकार्थः योगेन लब्धस्य अर्थस्य एव स्वीकारात् विशिष्यार्थवत्व अभावात् तत्र यौगिकत्वम्. अवयवशक्त्यैव अर्थबोधकत्वं यौगिकत्वं पाजिका पाठिका इत्यादौ. അവയവശക്തിയ സമുദായശക്തിയാച അർത്ഥബോധകത്വം യൗകികരൂഢത്വം. പൂർവോക്തം യോഗരൂഢിത്വം, അത്ര തു യൗകികരൂഢത്വം. കഥം അവയവശക്തിയ അർത്ഥബോധോ ഭവതി സമുദായശക്തിയാപി അർത്ഥബോധോ ഭവതി. അവയവശക്തിയ സമുദായശക്തിയാ ച യത്ര അർത്ഥബോധഃ ഭവതി തത്ര യൗകികരൂഢത്വം. പരന്തു तत्र अयं व्यत्यासः भवति. यौगिकशक्त्या बुद्धः अर्थः भिन्नः, रूढिशक्त्या बुद्धः अर्थः भिन्नः इति व्यत्यासः वर्तते. अतः योगरूढिः यौगिकरूढिश्च न तुल्यं, न एक एव, अपि तु भिन्नः. कथं योगरूढित्वं यत्र तत्र अवयवेन सिद्धः समुदायेन सिद्धः च एक एव अर्थः. पङ्गे जातम् इति यौगिक अर्थः,
പത്മമിതി പങ്കജം പത്മം ഇതി രൂഢ്യർത്ഥഃ തയോः അർത്ഥഭേദः നാസ്തി പത്മസ്യൈവ ബോധः തത്ര ഭവതി പത്മേ രൂഢം ഭവതി പങ്കജശബ്ദം പരന്തു യൗകികാർത്ഥോപി തത്ര സ്വീക്രിയത്തെ അതः ഏക एव അർത്ഥः യൗകികരൂഢത്വേ തു അർത്ഥഭേദः ഭവതി ഇതി വ്യത്യാസः തത്ര മണ്ഡപശബ്ദः ഉദാഹൃതः അത്ര മണ്ഡപः മണ്ഡപശബ്ദः രൂഢിः ചേത് ഗൃഹവിശേഷസ്യ സംജ്ഞാ ഭവതി നമസ്കാരമണ്ഡപം ഇത്യാദി ശ്രൂയത്തെ ഗൃഹവിശേഷസ്യ സംജ്ഞാ ഭവതി ഗൃഹേ മണ്ഡപം വർത്തത്തെ തത്ര മണ്ഡപശബ്ദः രൂഢി യൗകികസ്വീകാരേ തു മണ്ഡം പിബതി ഇതി മണ്ഡപः മണ്ഡശബ്ദസ്യ തത്ര മദ്യമിത്യർത്ഥः തഥാ ച മണ്ഡം പിബതി ഇതി മണ്ഡപः മദ്യപः ഇത്യർത്ഥः തഥാ ച അർത്ഥഭേദः ഭവതി രൂഢ്യാ സിദ്ധസ്യ മണ്ഡപശബ്ദസ്യ യോ അർത്ഥഃ സന്ന ഭവതി വിഗ്രഹവാക്യേന സിദ്ധസ്യ മണ്ഡപശബ്ദസ്യ ഇതി അർത്ഥഭേദः ഭവതി തഥാ ച യത്ര വിഗ്രഹവാക്യേന സിദ്ധസ്യ അർത്ഥസ്യ രൂഢ്യാ സിദ്ധസ്യ അർത്ഥസ്യ ച ഭേദः ഭവതി തത്ര യൗകികരൂഢത്വം ഇതി അവയവശക്ത്യാ സമുദായശക്ത്യാ ച അർത്ഥബോധകത്വം യൗകികരൂഢത്വം മണ്ഡപാനകർത്തൃപരോപി ഗൃഹവിശേഷപരോപി മണ്ഡപശബ്ദः ഉദാഹരണം ഇതി വിവേകः അന്യമപി ഉദാഹരണമുക്തം പൂർവം ശക്തിപ്രകരണേ തത്ര അശ്വഗന്ധശബ്ദः അശ്വസ്യ ഗന്ധ ഇവ ഗന്ധഃ ഇതി വിഗ്രഹസ്വീകാരേ അശ്വഗന്ധശബ്ദः യൗകികത്വേന വാജിശാലായാം പ്രസിദ്ധം അശ്വഗന്ധ ഇതി ഔഷധസ്യ സംജ്ഞാ തത്ര അശ്വസ്യ ഗന്ധഃ നാസ്തി അശ്വസദൃശഗന്ധഃ നാസ്തി തത്ര ഓഷധിവിശേഷേ രൂഢഃ തഥാ ച ഏവം മണ്ഡപശബ്ദവത് അശ്വഗന്ധശബ്ദോപി രൂഢ്യ ഔഷധം ബോധയതി യൗകികാർത്ഥേന ച വാജിശാലാം ബോധയതി ഇതി തത്രാപി യൗകികരൂഢത്വം ഏവ മണ്ഡപശബ്ദः ഉദാഹരണമിതി വിവേകः വ്യപേക്ഷാപക്ഷേ ദൂഷണം ശക്തിസാധനം വ്യപേക്ഷാപക്ഷേ വ്യപേക്ഷാവാദി മതേ യദ്യത് ദോഷപ്രതിപാദനം തത് സമുദായശക്തി സ്വീകാരേ പ്രമാണം ഭവതി അഥവാ സമുദായശക്തി സാധനം ഭവതി സമുദായശക്തി സാധനം ഭവതി വ്യപേക്ഷാപക്ഷേ ദോഷः ഉച്യത്തെ അസ്മാഭിः ബഹവ ഉക്താः ദോഷാः പശ്ചാദപി വക്ഷ്യത്തെ ഏവം താദൃശ ദോഷകഥനം കസ്യ സാധകം ഭവതി സമുദായശക്തേः സാധനം ഭവതി സമുദായശക്തിരേവ സ്വീക്രിയത്തെ ഇത്യത്ര പ്രമാണം ഭവതി വ്യപേക്ഷാപക്ഷേ ദോഷോദ്ഘാടനം ഇതി ഹരിരപ്യാഹ സമാസേ ഖലു ഭിന്നൈവ ശക്തി പങ്കജശബ്ദവത് ബഹൂനാം വൃത്തിധർമാണാം വചനൈരേവ സാധനെ സ്യാം മഹദ്ഗൗരവം തസ്മാത് ഏകാർത്ഥീഭാവ ആശ്രിതഃ ഇതി സമാസേ ഖലു ഭിന്നൈവ ശക്തി പങ്കജശബ്ദവത് പൂർവപക്ഷിണ ഇദമുക്ത്വാ തസ്യ നിരാസകൃതഃ അസ്മാഭിः തു തത് സിദ്ധാന്തത്വേന അംഗീക്രിയത്തെ സമാസേ ഖലു ഭിന്നൈവ ശക്തിഃ ഇതി വൈയാകരണൈः അംഗീക്രിയത്തെ സമാസേ ഖലു ഭിന്നൈവ ശക്തിഃ ഭിന്നൈവ ശക്തിഃ അവയവശക്തേः പൃഥക് ഭിന്നൈവ ശക്തിഃ ന കേവലം അവയവശക്തിഃ അപിതു തത് അവയവശക്തിഃ നാസ്തി അവയവാനാം അർത്ഥവത്വമപി നാസ്തി ഇത്യുച്യത്തെ അതः സമുദായശക്ത്യാ ഏവ തത്ര ബോധഃ പങ്കജശബ്ദവത് ഇതി പങ്കജശബ്ദവത് പങ്കേജാതമിതി യദ്യപി യൗകികാർത്ഥത്വം തത്ര വർത്തതെ തഥാപി തസ്മാത് ഭിന്നഃ പത്മം ഇത്യർത്ഥഃ അസ്മാഭിः സ്വീക്രിയത്തെ ഏവം തർഹി രഥന്തരശബ്ദാത് കോ ഭേദः ഇതി ചേത് രഥന്തരശബ്ദേ
വിഗ്രഹവാക്യമേവ നാസ്തി രഥേന തരതി ഇതി ന സ്വീക്രിയത്തെ അത്ര തോ പങ്കേ ജാതത്വം വർത്തതെ ഇത്യതഃ കിം സ്വീക്രിയത്തെ പങ്കേ ജാതമിതി സ്വീക്രിയത്തെ ഇത്യവ ഭേദഃ. പങ്കജശബ്ദവത് തത്ര നൈയായികൈഃ ഇദമുക്ത്വാ സമാസേ ഖലു ഭിന്നൈവ ശക്തി പങ്കജശബ്ദവത് ഇത്യേതദുക്ത്വാ തസ്യ നിരസ്കാരകൃതഃ. കഥം നിരസ്കാരകൃതഃ? രാജപുരുഷ ഇത്യാദൗ രാജൻ ശബ്ദസ്യ പുരുഷശബ്ദസ്യ ച അർത്ഥജ്ഞാനം വിനാ രാജപുരുഷ ശബ്ദാത് അർത്ഥജ്ഞാനം ന ഭവതി. പങ്കജം ഇത്യാദൗ തു പങ്കേജാതം ഇതി അർത്ഥസ്യ ജ്ഞാന അഭാവേപി സാധാരണജനാനാം പങ്കജശബ്ദാത് പത്മസ്യ ബോധോ ഭവതി ഇത്യതഃ ദൃഷ്ടാന്തദാർഷ്ടാന്തികയോഃ ഭേദഃ വർത്തതെ ഇത്യുക്ത്വാ നൈയായികൈഃ അസ്യ തിരസ്കാരകൃതഃ. അസ്മാഭിः തു അസ്മാകं സിദ്ധാന്ത ഏവ ഭവതി സമാസേ ഖലു ഭിന്നൈവ ശക്തി പങ്കജശബ്ദവത്. ബഹൂനാം വൃത്തിധർമാണാം വചനൈരേവ സാധനെ മഹത് ഗൗരവം സ്യാത്. ബഹൂനാം വൃത്തിധർമാണാം വൃത്തിധർമ്മഃ വൃത്തൗ സമാസാദി വൃത്തൗ യഃ ധർമ്മഃ പ്രത്യേകധർമ്മഃ സഃ വൃത്തിധർമ്മഃ. താദൃശാനാം വൃത്തിധർമാണാം പ്രത്യേകം പ്രത്യേകം വചനൈഃ ബോധനെ മഹത് ഗൗരവം വർത്തതെ. വൃത്തിധർമാഃ വൃത്തിധർമാഃ വൃത്തസ്യ വിശേഷണയോഗഃ നാസ്തി. വിശേഷണസഹിതസ്യ വൃത്തിഃ നാസ്തി. രാജ്ഞഃ പുരുഷഃ ഇതി വക്തവ്യേ ഋദ്ധസ്യ രാജ്ഞഃ പുരുഷഃ ഇതി രാജൻ ശബ്ദസ്യ ഋദ്ധഃ ഇതി വിശേഷണം ന യുജ്യത്തെ ഇതി വിശേഷണപ്രയോഗ അഭാവഃ ഏകഃ വൃത്തിധർമ്മഃ. തദ്വത് ലിംഗവിഷയേപി വൃത്തിധർമ്മഃ വർത്തതെ. കുക്കുട്യാഃ അണ്ഡം കുക്കുടാണ്ഡം തത്ര വിഗ്രഹവാക്യേ കുക്കുട്യാഃ അണ്ഡം ഇതി സ്ത്രീലിംഗനിർദ്ദേശഃ കുക്കുട്യാഃ ഇതി. തത്ര കുക്കുടാണ്ഡം ഇത്യത്ര തു സ്ത്രീത്വ വിവക്ഷാ നാസ്തി. സ്ത്രീലിംഗപ്രയോഗः നാസ്തി. സ്ത്രീലിംഗപ്രത്യയസ്യ പ്രയോഗः നാസ്തി. एवं लिंगस्य त्यागः लिंगस्य प्रयोगः नास्ति इति अपरः वृत्तिधर्मः. तद्वत् संख्यायाः अपि बोधः संख्यायाः अपि तत्र वाचकत्वं नास्ति. राज्ञः पुरुषः राजपुरुषः राज्ञां पुरुषोऽपि राजपुरुषः तत्र राजपुरुषः इति राजन् शब्द एव तत्र वर्तते न तु बहुवचनं वर्तते. राज्ञः पुरुषोऽपि राजपुरुषः राज्ञां पुरुषोऽपि राजपुरुषः एवं तत्र संख्यानिर्देशः नास्ति. एते वृत्तिधर्माः विशेषणयोगः न भवति लिङ्गयोगः न भवति संख्यायोगोऽपि न भवति इत्यादिकं वृत्ति धर्माः. तादृश वृत्तिधर्माः अस्माकं मते वैयाकरणानां मते तादृश वृत्तिधर्माः एकार्थीभावेनैव सिद्धः. एकार्थीभावः अनेकार्थं पदानां प्रत्येकं प्रत्येकम् अर्थवत्वं वर्तते. तद् परित्यागेन अवयवानाम् अर्थः नास्ति. अवयवानाम् अर्थः न स्वीक्रियते. अवयवार्थं विना पृथक् समुदायात् एकैव अर्थः स्वीक्रियते. एकैव अर्थः स्वीक्रियते समुदायात् समुदायशक्त्या. अतः तत्र पुनः विशेषणयोगः न भवति लिङ्गयोगोऽपि न भवति संख्यायोगादिकं च न भवति. अन्येषां मते तु व्यपेक्षावादिनां मते तु तादृश एकार्थीभावत्व अभावात् विग्रहवाक्ये यस्य यस्य प्रयोगः दृश्यते श्रूयते तस्य प्रयोगः कुत्रापि तस्य प्रयोगः वृत्तावपि स्यात्. तत्र प्रत्येकं वाक्येन निवारणं कर्तव्यं निषेधः कर्तव्यः इति बहु गौरवं वर्तते इति. बहूनां वृत्तिधर्माणाम् एवञ्च वृत्तिधर्मः विशेषणयोगः लिङ्गयोगः संख्यायोगः इत्यादयः विशेषधर्माः.
एवं विशेषधर्माणां वचनैरेव साधने विशेषयुक्तस्य न वृत्तिः वृत्तस्य वा न विशेषणयोगः इत्यादि वचनं तत्र कर्तव्यम् इत्यादि वचनैरेव साधने महद गौरवं स्यात् तस्मात् एकार्थीभाव आश्रितः तस्मात् शास्त्रज्ञैः वैयाकरणैः एकार्थीभाव एव आश्रितः एकार्थीभाव एव स्वीकृतः व्यपेक्षावादस्तु न स्वीकृतः इति तथा च अवयवानां प्रत्येकं प्रत्येकम् अर्थवत्वं नास्ति समुदायात् एकस्यैव अर्थस्य बोधः भवति पङ्कजशब्दे योगार्थस्वीकारे शैवलादेरपि प्रत्ययः स्यात् पूर्वमेव उक्तं तत्र पद्मे रूढित्वं पङ्के जातम् इति यौगिकार्थं द्वयमपि युगपदं स्वीक्रियते किमर्थम् इति चेत् यदि केवल यौगिकार्थमेव स्वीक्रियते तर्हि पङ्के जातानां सर्वेषां वस्तूनां पङ्कजशब्देन बोधः स्यात् तथा च शैवलानामपि शैवाल इत्यपि प्रयोगः शैवलादीनामपि पङ्कजशब्देन बोधः स्यादिति दोषः प्रत्ययः स्यात् प्रत्ययः बोधः स्यात् वृत्तिधर्माः विशेषणलिङ्गसङ्ख्याद्ययोगादयः वृत्तिधर्माः उदाहरणानि उक्तानि विशेषणलिङ्गसङ्ख्याद्ययोगादयः एतेषाम् अयोगः तेषां योगः न भवति विशेषणस्य योगः न भवति लिङ्गयोगः न भवति सङ्ख्यायोगः न भवति इत्यादयः वृत्तिधर्माः योगादयः सविशेषणानां वृत्तिर्न इत्यादि वचनैरेव साध्याः तेषां व्यपेक्षावादिनां मते सविशेषणानां वृत्तिर्न वृत्तस्य न विशेषणयोगः इत्यादि वचनैरेव साध्याः इति तत्तद् वचनस्वीकार एव गौरवं तत्तद् वचनस्वीकारः आवश्यकः इति गौरवम् मम तु नागेशस्य तु अथवा वैयाकरणस्य तु एकार्थीभावस्वीकारात् अवयवार्थाभावात् विशेषणाद्ययोगो न्यायसिद्धः अस्माकं मते तु वैयाकरणानां मते तु एकार्थीभावस्वीकारात् अवयवानाम् अर्थवत्व अभावात् तत्र कुक्कुट्याः अण्डम् इत्युच्यते तत्र कुक्कुट्याः इति स्त्रीलिङ्गशब्दस्य अण्डम् इति शब्दस्य च प्रत्येकम् अर्थबोधकत्वं नास्ति कुक्कुट्याः अण्डविशेषे एकस्मिन् अर्थविशेषे कुक्कुडाण्डम् इति प्रयुज्यते तथा च तत्र अवयवानां प्रत्येकम् अर्थवत्व अभावात् तत्र विद्यमानानां स्त्रीलिङ्गादीनाम् एकत्वादिसङ्ख्यानां च कुत्र भानं न भवति समुदाये भानं न भवति अतः तस्य वचनेन निषेधोऽपि नावश्यकः इति मम तु एकार्थीभावस्वीकारात् अवयवार्थानाम् अभावात् अवयवानाम् अर्थस्वीकारात् विशेषणाद्ययोगः विशेषणादीनां विशेषणस्य लिङ्गस्य सङ्ख्यायाः वा योगो न भवति इत्येतत् न्यायसिद्ध एव एकार्थीभाव स्वीकारादेव सिद्धः अतः न्यायसिद्ध एव वचनं च न कर्तव्यं न्यायसिद्धं चेति लाघवात् वचनं न कर्तव्यं न्यायसिद्धं भवतीति अस्मिन् मते वैयाकरणमते तत्र लाघवं वर्तते न्यायमते तु तत्तद् प्रत्येकं वचनं कर्तव्यं तेषां निषेधार्थम् इति तत्र महद् गौरवं वर्तते इति उक्ताः एव अर्थाः पुनः पुनः उच्यन्ते अस्माकं सिद्धान्तसमर्थनाय पुनः पुनः उच्यते व्यपेक्षायां दूषणान्तरम् आह चकारादिनिषेधोऽथ बहुव्युत्पत्तिभञ्जनं
കർത്തവ്യം തേ ന്യായസിദ്ധം തു അസ്മാകം തദിതി സ്ഥിതി. ചകാരാദി നിഷേധോ നിഷേധഃ. ചകാരാദീനാ നിഷേധഃ അത്ര ഉദാഹരണത്വേന വക്ഷ്യതി. നിഷേധഃ അഥ ബഹുവിൽപ്പത്തി ഭഞ്ജനം തദപി അത്ര ഉദാഹരണത്വേന ഉച്യത്തെ. വിൽപ്പത്തി ഭഞ്ജനം, വിൽപ്പത്തി ഭംഗഃ. തേ കർത്തവ്യം, തേ വ്യപേക്ഷാവാദിനഃ നൈയായികമീമാംസകാദീനാം കർത്തവ്യം. കിം കർത്തവ്യം? ചകാരാദീനാം നിഷേധകർത്തവ്യഃ ബഹുവിൽപ്പത്തി ഭഞ്ജനം ച ഭവതി. തേഷാം നിഷേധോപി കർത്തവ്യഃ. ന്യായസിദ്ധം തു അസ്മാകം, അസ്മാകം തു സർവം ന്യായസിദ്ധം. ചകാരാദീനാം പ്രയോഗഃ ന ആവശ്യകഃ ഇതി ന്യായസിദ്ധം. വിൽപ്പത്തിഭംഗോ ന ഭവതി, അതഃ തസ്യാപി നിവാരണം ന കർത്തവ്യം. അസ്മാകം തദിതി ഇതി സ്ഥിതിഃ. അതഃ വ്യപേക്ഷാ മാസ്തു. സമാസാദിഷു വൃത്തിഷു ഏകാർത്ഥീഭാവ ഏവ സ്വീക്രിയത്തെ തദാ ആരബ്ധം. ഏകാർത്ഥീഭാവോ വാ സാമർഥ്യം, വ്യപേക്ഷാ വാ സാമർഥ്യം ഇതി ചേത് അസ്മാകം മതേ സാമർഥ്യം ഏകാർത്ഥീഭാവ ഏവ. വ്യപേക്ഷ ന സാമർഥ്യം, വ്യപേക്ഷ ന സ്വീക്രിയത്തെ. അവയവാനാം പ്രത്യേകം അർത്ഥവത്വം നാസ്തി. ഉക്ത അർത്ഥ ഏവ പ്രതിപാദ്യത്തെ. തത്ര ഘടപടാവിധി ദ്വന്ദ്വേ സാഹിത്യദ്യോതക ചകാരനിഷേധസ്ത്വയാ കർത്തവ്യഃ. പൂർവോക്തസ്യ ഉദാഹരണസ്യേവ ഭേദഃ. ധവഖതിരൗ ഇതി പൂർവമുക്തം. അത്ര ഘടപടൗ ഇത്യുച്യത്തെ ഇത്യവ ഭേദഃ. ധവശ്ച ഖതിരശ്ച ധവഖതിരൗ. ഘടശ്ച പടശ്ച ഘടപടൗ. അത്ര വിഗ്രഹവാക്യേ സാഹിത്യാർത്ഥം സമുച്ചയാർത്ഥം ചകാരഃ ഉച്യത്തെ. സഹ ചകാരഃ സമാസേപി ശ്രൂയേത സമുദായേപി ശ്രൂയേത. തസ്യ നിഷേധകർത്തവ്യഃ. നിഷേധ ഇത്യസ്യ അത്ര ലോപകർത്തവ്യഃ ഇത്യവ അർത്ഥഃ. യഥാ രാജനങ്ങസ് പുരുഷസു ഇത്യാദൗ പ്രാതിപദിക തത്ര സുബോധാതു പ്രാതിപദികയോः ഇതി യഥാ സുപഃ ലുക്ക് ഭവതി തദ്വത് അത്ര ചകാരസ്യാപി ലുക്ക് വക്തവ്യഃ. തത്ര ശാസ്ത്രീയവചനം നാസ്തി, പൂർവപക്ഷ एव. ചകാരः തത്ര വർത്തते സമാസേ സമുദായേ ചകാരः വർത്തते इति न वैयाकरणस्य मतं. अतः तत्र वचनादिकं नास्ति. परन्तु नैयायिकं प्रति उच्यते. तेषां मते तेषां मते धवश्च खदिरश्च घटश्च पटश्च इति विग्रहस्वीकारे तयोः खडपटयोः धव खदिरयोः साहित्यार्थं समुच्चयार्थं विग्रहवाक्ये चकारः श्रूयते. तस्य चकारस्य श्रवणं समुदायेपि समासेपि स्यात्. तस्य निषेधकर्तव्यः अर्थात् लोपः कर्तव्यः स्यात् इति दोषः. ഘടപടാവിധി ദ്വന്ദ്വേ സാഹിത്യദ്യോതക ചകാരനിഷേധഃ ത്വയാ കർത്തവ്യഃ. ആദിന ഘനശ്യാമ ഇത്യാദൗ ഇവ ശബ്ദസ്യ തദ്വദേവ. ഘന ഇവ ശ്യാമഃ ഘനശ്യാമഃ. തത്ര സാദൃശ്യദ്യോതനായ വിഗ്രഹവാക്യേ ഇവ ശബ്ദഃ പ്രയുജ്യത്തെ. ഘന ഇവ ശ്യാമഃ ഘനശ്യാമഃ ഇതി വിഗ്രഹവാക്യേ സാദൃശ്യദ്യോതനായ ഇവ ശബ്ദഃ പ്രയുജ്യത്തെ. തദ്വത് സമാസേപി ഘന ഇവ ശ്യാമഃ ഇതി ഘന ഇവ ശ്യാമഃ ഇതി ഇവ ശബ്ദസ്യ ശ്രവണം സ്യാത്. തസ്യാപി ലോപഃ വക്തവ്യഃ. ഘനശ്യാ ഇത്യാദൗ ഇവ ശബ്ദസ്യ തദ്വത് രഥേന യുക്തഃ തദ്വത് ഗോയുക്തഃ രഥഃ ഇത്യത്ര യുക്തശബ്ദസ്യ നിഷ്ക്രാന്തകൗശാംബ്യഃ ഇത്യാദൗ നിഷ്ക്രാന്തശബ്ദസ്യ ഇത്യാദി സർവം പൂർവം ഉക്തം. മമ തു സാഹിത്യാദ്യവച്ഛിന്നേ ശക്തിസ്വീകാരാത്. മമ തു വൈയാകരണസ്യ തു സാദൃശ്യാദ്യവച്ഛിന്നേ ശക്തിസ്വീകാരാത്.
ഘന ഇവ ശ്യാമഃ ഇതി വിഗ്രഹവാക്യേ യത് സാദൃശ്യം വിദ്യത്തെ തത് സാദൃശ്യാദ്യവച്ഛിന്നെ ശക്തി സ്വീക്രിയത്തെ സമാസസ്യ. ഏവഞ്ച സമാസേന ഏകാർത്ഥീഭാവേന ഏവ ഇവ ശബ്ദസ്യ അർത്ഥോപി ഉക്തഃ. അതഃ ഉക്താർത്ഥാനാം അപ്രയോഗഃ ഇതി രീത്യാ സമാസേ ഇവ ശബ്ദസ്യ പ്രയോഗോ ന ആവശ്യകഃ. യദ്യപി വിഗ്രഹവാക്യേ ഇവ ശബ്ദഃ ശ്രൂയത്തെ തഥാപി സമാസേ ഇവ ശബ്ദസ്യ ആവശ്യകഃ നാസ്തി. ഏകാർത്ഥീഭാവേന സാദൃശ്യാവച്ഛിന്നെ ശക്തിസ്വീകാരാത് അർത്ഥഃ ഇവ ശബ്ദസ്യ അർത്ഥഃ ഉക്തഃ. അതഃ ഉക്താർത്ഥാനാം അപ്രയോഗഃ ഇതി തസ്യ പുനഃ സമാസേ പ്രയോഗോ ന ഭവതി. ഇതി ഉക്താർത്ഥാനാം അപ്രയോഗഃ ഇതി ന്യായാത് തേഷാം അപ്രയോഗഃ ബഹുവ്യുൽപത്തിഭഞ്ജനം ഇതി പൂർവോക്ത ഏവ അർത്ഥഃ തൈരേവ വാക്യൈഃ അത്ര ഉച്യത്തെ. അഷഷ്ട്യർത്ഥ ബഹുവ്രീഹൗ പ്രാപ്തോദക ഇത്യാദൗ പൃഥക് ശക്തിവാദിനാം വ്യപേക്ഷാവാദിനാം നൈയായികാനാം മതേ പ്രാപ്തികർത്തൃഭിന്നം ഉദകം. പ്രാപ്ത ഉദക ശബ്ദയോഃ പരസ്പരം അന്വയേ പ്രാപ്തശബ്ദസ്യ തത്ര കർത്തൃർത്ഥേ കൃതപ്രത്യയഃ വിഹിതഃ. അതഃ പ്രാപ്തികർത്തൃഭിന്നം ഉദകം ഇത്യർത്ഥേ ജാതേ പ്രാപ്തികർത്തൃഭിന്നം ഉദകം ഇത്യാദി ബോധോത്തരം. പ്രാപ്തോദക ശബ്ദാത് പ്രാപ്തികർത്തൃകം ഉദകമിതി ബോധോത്തരം. തത് സംബന്ധി ഗ്രാമേ ലക്ഷണ സ്വീകാരേ. പ്രാപ്തോദക സംബന്ധി ഗ്രാമേ ലക്ഷണ സ്വീകാരേ തത്സംബന്ധി ഗ്രാമ ലക്ഷണായാമപി ഉദകകർത്തൃക പ്രാപ്തി കർമ്മ ഗ്രാമ ഇത്യർത്ഥ അലാഭേ. ഉദകകർത്തൃക പ്രാപ്തി ഉദകകർത്തൃക പ്രാപ്തി സംബന്ധി ഉദകകർത്തൃക പ്രാപ്തി സംബന്ധ ഇത്യവ. ഉദകകർത്തൃക പ്രാപ്തി സംബന്ധഃ ഗ്രാമഃ അഥവാ സംബന്ധി ഗ്രാമഃ ഇത്യവ അർത്ഥഃ സ്യാത്. ഉദകകർത്തൃക സംബന്ധി ഗ്രാമഃ ഇത്യവ അർത്ഥഃ സ്യാത്. ഉദകകർത്തൃക കർമ്മ ഉദകകർത്തൃക ഗ്രാമ കർമ്മ ഇതി അർത്ഥബോധഃ ന സ്യാത്. ഉദകകർത്തൃക പ്രാപ്തി കർമ്മ ഗ്രാമഃ ഇത്യർത്ഥ അലാഭേ പ്രാപ്തേ. പ്രാപ്തേതി കൃതപ്രത്യയസ്യ കർത്തൃർത്ഥകസ്യ കർമാർത്ഥേ ലക്ഷണ. അത്ര ഭേദഃ ഭവതി. കർത്തൃർത്ഥേ വിഹിതഃ പൂർവമേവ ഉക്തം ഗത്യർത്ഥത്വാത് തത്ര കർത്തൃർത്ഥേ കൃതപ്രത്യയഃ ഇതി തസ്യ കർമാർത്ഥത്വം വക്തവ്യം. കർത്തൃർത്ഥേ പാണിനാ വിഹിതസ്യ കൃതപ്രത്യയസ്യ കർമാർത്ഥത്വം വക്തവ്യം. പ്രഥമോ ദോഷഃ. തദാ യദി ഉച്യത്തെ തർഹി യദി വിൽപ്പത്യ കർത്തൃർത്ഥസ്യ കർമാർത്ഥത്വം ലക്ഷണയാ തതോപി സമാനവിഭക്തിക നാമാർത്ഥയോരഭേദ ഏവ സംസർഗഃ ഇതി വിൽപ്പത്യ ഉദകാഭിന്നം പ്രാപ്തികർമ്മ തത്രാപി അഭേദേന അന്വയഃ സ്യാത്. ഉദക പ്രാപ്ത തയോഃ സമാനവിഭക്തികത്വാത് സാമാനാധികരണ്യാത് സമാനവിഭക്തികത്വാത് തയോഃ നാമാർത്ഥയോഃ ഉദകശബ്ദസ്യ കർത്തൃർത്ഥത്വം നാമശബ്ദസ്യാപി പ്രാപ്തശബ്ദസ്യാപി പ്രാപ്തം ഉദകം യം സഹ തത്ര നാമാർത്ഥത്വം തയോഃ സാമാനാധികരണ്യേന അന്വയഃ ഭവതി. അഥവാ വിഭക്ത്യർത്ഥ നാമാർത്ഥയോഃ അഭേദ ഏവ സംസർഗഃ ഇത്യുക്തത്വാത് ഉദകാഭിന്നം പ്രാപ്തികർമ്മ ഇതി ബോധഃ സ്യാത്. ഉദകാഭിന്നം പ്രാപ്തികർമ്മ അസ്മാകം തു കഥം ബോധ ആവശ്യക. ഉദകകർത്തൃ
ഉദകകർത്തൃക പ്രാപ്തികർമ്മ ഇതി ബോധഃ ആവശ്യകः. ഉദകാഭിന്നം പ്രാപ്തികർമ്മ ഇത്യേവ ബോധഃ സ്യാത്. നാമാർത്ഥയോः അഭേദാന്വയാത് ഉദകാഭിന്നം പ്രാപ്തികർമ്മ ഇതി ബോധഃ സ്യാത്. വസ്തുതസ്തു ഉദകകർത്തൃക പ്രാപ്തികർമ്മ ഇതി ബോധഃ ആവശ്യകः. ഉദകാഭിന്നം പ്രാപ്തികർമ്മ ഇത്യേവ സ്യാത്. ഉദകസ്യ കർത്തൃതയാ പ്രാപ്താവ് അന്വയേതു. കീദൃശാർത്ഥസിദ്ധ്യർത്ഥം ഉദകകർത്തൃകം പ്രാപ്തികർമ്മ ഇതി അർത്ഥസിദ്ധ്യർത്ഥം യദി ഉദകസ്യ കർത്തൃതയാ പ്രാപ്തൗ അന്വയേതു. ഉദകസ്യ കർത്തൃതയാ പ്രാപ്തൗ അന്വയസ്വീകാരേ തു നാമാർത്ഥയോः ഭേദാൻ അന്വയോ അവ്യുൽപ്പന്നഃ ഇതി വിൽപ്പത്തി ഭഞ്ജനം. നാമാർത്ഥയോः അഭേദേന അന്വയഃ ഭേദേന അന്വയഃ അവ്യുൽപ്പന്നഃ. നാമാർത്ഥയോः അഭേദേന അന്വയഃ ഇതി വിൽപ്പത്തി ഭഞ്ജനം. അഭേദേന അന്വയേ ഉദകാഭിന്ന പ്രാപ്തികർമ്മ ഇത്യർത്ഥഃ. ഉദകകർത്തൃക പ്രാപ്തികർമ്മ ഇതി അർത്ഥസ്വീകാരേതു തത്ര ഭേദേന അന്വയഃ. ഉദകകർത്തൃക ഇതി ഭേദേന അന്വയഃ. അതഃ ഭേദേന അന്വയഃ ഏവ തത്ര വക്തവ്യഃ. അഭേദേന അന്വയഃ അവ്യുൽപ്പന്നഃ. നാമാർത്ഥയോः അഭേദേനേവ അന്വയഃ ഇതി വിൽപ്പത്തിഃ. തസ്യ വിൽപ്പത്യാഃ ഭഞ്ജകത്വം സ്യാത്. തസ്യ വിൽപ്പത്യാഃ നഷ്ടഃ സ്യാത്. ഉദകസ്യ കർത്തൃതയാ പ്രാപ്താവ് അന്വയേതു. നാമാർത്ഥയോരഭേദ അന്വയ വിൽപ്പത്തി ഭഞ്ജനം സ്യാദിതി താൽപര്യം. നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വാവച്ഛിന്നം പ്രതി വിഭക്ത്യർത്ഥോപസ്ഥിതേഃ കാരണത്വം ഇതി വിൽപ്പത്തിഭഞ്ജനം ച. നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വാവച്ഛിന്നം പ്രതി നാമാർത്ഥപ്രകാരകം നാമാർത്ഥ വിശേഷണത്വേന ശാബ്ദബുദ്ധിത്വാവച്ഛിന്നം പ്രതി കിം ആവശ്യകം? വിഭക്ത്യർത്ഥജ്ഞാനം ആവശ്യകം. രാജ്ഞഃ പുരുഷഃ ഇത്യേവോച്യത്തെ. രാജപദോത്തരം ഷഷ്ഠി വിഭക്തി. രാജ്ഞഃ പുരുഷഃ തത്ര ഏതാദൃശാർത്ഥബോധഃ നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വം സ്യാത്. രാജാ പുരുഷഃ ഇത്യുക്തൗ തു തത്ര നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വം നാസ്തി. രാജ്ഞഃ പുരുഷഃ ഇതി രാജ്ഞഃ ഇതി വിഭക്ത്യാ സഹ തത്ര നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വം വർത്തത്തെ. രാജാപുരുഷഃ ഇത്യുക്തൗ തു തത്ര നാമാർത്ഥപ്രകാരക ശാബ്ദബോധഃ ന ജായത്തെ. തദ്വദ് അത്രാപി പ്രാപ്തോദക ഇത്യത്ര പ്രാപ്തശബ്ദോത്തരം വിഭക്തി നാസ്തി. പ്രാപ്തം ഉദകം യം സഹ ഇത്യുക്തോ തത്ര വിഗ്രഹവാക്യെ പ്രാപ്തം ഇതി പദം വർത്തते. തത്ര വിഭക്തി വർത്തते. പ്രാപ്തോദക ശബ്ദേതു പ്രാപ്തപദോത്തരം വിഭക്തി പ്രത്യയഃ നാസ്തി. പ്രാപ്തപദോത്തരം വിഭക്തേരഭാവാത് തത്ര നാമാർത്ഥപ്രകാരക ബോധഃ ന സ്യാത്. നാമാർത്ഥപ്രകാരക ബോധഃ വിഭക്തി സത്വേ ഏവ ജായത്തെ. വിഭക്തി തത്ര കാരണം. അത്ര തു പ്രാപ്തപദോത്തരം വിഭക്തി നാസ്തി. രാജാ പുരുഷഃ ഇത്യുക്തൗ തു തത്ര വിഭക്തി നാസ്തി. തദ്വദത്രാപി പ്രാപ്ത ഉദക ഇത്യത്ര പ്രാപ്തപദോത്തരം വിഭക്തേഃ അഭാവാത് തത്ര കീദൃശബുദ്ധിഃ ന സ്യാത്. നാമാർത്ഥയോः നാമാർത്ഥപ്രകാരക ബോധഃ ന സ്യാത്. നാമാർത്ഥപ്രകാരക ശാബ്ദബുദ്ധിത്വാവച്ഛിന്നം പ്രതി വിഭക്ത്യർത്ഥ ഉപസ്ഥിതിഃ കാരണം. വിഭക്ത്യർത്ഥ ഉപസ്ഥിതിഃ കാരണം. വിഭക്ത്യർത്ഥത്വം തത്ര വർത്തത്തെ. തദാനീമേവ ഏതാദൃശഃ അർത്ഥബോധഃ. അതേവ ഉക്തം രാജ്ഞഃ പുരുഷഃ ഇത്യത്ര രാജപദോത്തരം വിഭക്തിഃ വർത്തത്തെ. രാജപദോത്തരം വിഭക്തിഃ വർത്തത്തെ ഇത്യതഃ
तत्र नामार्थप्रकारकशाब्दबोधः भवति। राजापुरुषः इत्यत्र तु नामार्थप्रकारकशाब्दबोधः न भवति। तद्वत् प्राप्तोदकशब्दादपि नामार्थप्रकारकशाब्दबोधः न भवति। तत्र प्राप्तपदोत्तरं विभक्तेः अभावात्। एवञ्च नामार्थप्रकारकशाब्दबुद्धित्वावच्छिन्नं प्रति विभक्त्यर्थोपस्थितिः कारणत्वम् इति विल्पत्तिः। तस्या विल्पत्तेः अपि भङ्ग आपत्तिः इति। नामार्थप्रकारकशाब्दबुद्धित्वावच्छिन्नं प्रति विभक्त्यर्थोपस्थितेः कारणत्वम् इति विल्पत्तिभञ्जनं च। मम तु पृथक् शक्ति अनङ्गीकारात्। मम तु वैयाकरणस्य तु पृथक् शक्ति अनङ्गीकारात् पृथक् तत्र शक्तिः न स्वीक्रियते। प्राप्तोदकम् इति एकमेव समुदायमेव पदं। प्राप्तोदकमिति समुदायमेव पदं। प्राप्तपदं वा उदकपदं वा तत्र नास्ति। तयोः अन्यतयोः अर्थः न स्वीक्रियते। मम तु पृथक् शक्ति अनङ्गीकारात् प्राप्तपदे वा उदकपदे वा शक्तिः न स्वीक्रियते। प्राप्तोदक इति समुदाये एव शक्तिः स्वीक्रियते। प्राप्तशब्दे उदकशब्दे वा तत्र शक्तिः न स्वीक्रियते। तयोरर्थ एव नास्ति। प्राप्तोदकशब्दे एव शक्तिः। अतः मम तु वैयाकरणस्य तु पृथक् शक्ति अनङ्गीकारात् प्राप्तशब्दे उदकशब्दे वा प्रत्येकं शक्ति अनङ्गीकारात् विशिष्टस्यैव विशिष्टार्थवाचकत्वं। विशिष्टस्यैव विशिष्टार्थवाचकत्वं। प्राप्तोदक इति विशिष्टस्यैव उदककर्तृक प्राप्ति कर्मक ग्रामः इत्यर्थबोधः। प्राप्तोदक इति समुदायादेव उदककर्तृक प्राप्तिकर्म ग्रामः इति अर्थबोधः। अतएव उच्यते विशिष्टादेव विशिष्टार्थबोध इति। विशिष्टार्थवाचकत्वात् विशिष्टस्यैव विशिष्टार्थवाचकत्वात् विशिष्टादेव विशिष्टार्थबोधकत्वात् नामार्थद्वय अभावात् तत्र प्रत्येकं प्राप्तपदो वा नास्ति उदकपदो वा नास्ति। प्रत्येकं नामार्थद्वय अभावात्। नामार्थः प्राप्त इति नामार्थः उदक इति नामार्थः तेषां सान्निध्यं तत्र नास्ति। प्रत्येकं शक्तिग्रह अभावात् तयोः पदयोः तत्र सान्निध्यमेव नास्ति। अतः अभावात् न क्वचित् अनुपपत्तिः इति। अनुपपत्तिः तत्र नास्ति। प्रत्येकं तयोः पदत्व अभावात् किं नावश्यकं नामार्थयोः नामार्थप्रकारकबोधार्थं विभक्तिविशिष्टज्ञानम् आवश्यकं विभक्तेः उपस्थितिः आवश्यकी इत्यादि तत्र न वक्तव्यं। कुतः तत्र पदद्वयं नास्त्येव। प्राप्तपदम् उदकपदं वा नास्ति। प्राप्तोदकः इत्येव। प्राप्तोदको ग्रामः इति प्राप्तोदक इत्येव इति समुदाये एव। प्राप्तोदक इति समुदायात् च उदककर्तृक प्राप्तिकर्म इत्यर्थश्च सिद्ध्यति। अतः तत्र पदद्वय अभावात् व्युत्पत्तिभङ्गः नास्ति। पदद्वय अभावात् नामार्थप्रकारकशाब्दबुद्धित्वं तत्र न आवश्यकं। नामार्थप्रकारकशाब्दबुद्धित्वं न आवश्यकमित्यतः तत्र तादृशव्युत्पत्तेः भङ्गोऽपि न भवति। एवञ्च वैयाकरणानां मते समुदाये एव अर्थस्वीकारात् बहुव्युत्पत्तिभञ्जनं न भवति। धवखदिरौ इत्यादौ इव शब्दस्य प्रयोगप्राप्तिः तस्य निषेधः लोपो वा वक्तव्यः इति दोषः नास्ति। कर्तृर्थे विहितस्य कर्मणि शक्तिस्वीकार्यः इति दोषः नास्ति। घनश्याम इत्यादौ
इवादिप्रयोगः भवति तस्य निषेधो वक्तव्यः इत्यादि दोषः नास्ति। अतः वैयाकरणैः समुदाये एव शक्तिः स्वीक्रियते पूर्वोक्तदोषाणाम् अभावात्। अत एव उक्तं न्यायसिद्धं तु अस्माकं तदिति। पूर्वोक्तं सर्वम् अत्र न्यायसिद्धं भवति, एकार्थीभावस्वीकारादेव युक्तं भवति इति। एवं प्रकारेण अत्र समासादौ वृत्तौ एकार्थीभावः स्वीक्रियते। एकार्थीभाव एव सामर्थ्यं, समुदाये एव शक्तिग्रहः, समुदायादेव बोधः जायते। अवयवानां तु जहर्स्वार्थायां वा अजहर्स्वार्थायां वा अवयवानां प्रत्येकम् अर्थबोधकत्वं नास्ति इति च बोधितं भवति। अनेन प्रकारेण इदानीं परमलघु मञ्जूषा समाप्ता। मत्कृतः परमलघु मञ्जूषा पाठोऽपि समाप्तः। अत्र मया इदं वक्तव्यम्, इदं पुस्तकम् अतीव पुरातनं भवति। अत्र वर्णानां व्यक्तता नास्ति। अतः पारायणे कदाचित् विलम्बसञ्जातः, विघ्नः सञ्जातः मया अङ्गीकर्तव्यमेव। पारायणवेलायां विघ्नः सञ्जातः तद् क्षम्यताम् इत्युच्यते। अतः शुभमस्तु, नमस्कारः, धन्यवादः।